ഇനി നമുക്ക് വേരിയസ് വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വേരിയസ് സിറ്റുവേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് W is equal to F into S into cos theta. Okay, W is equal to F into S into cos theta. This is a general equation. Actually, this is the expansion of F dot S. F dot S എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. F എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആണ്. S എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഇനി വർക്ക് ഡൺ 0 ആവുന്ന സന്ദർഭം എന്തൊക്കെയാണെന്ന് നോക്കാം. വർക്ക് ഡൺ ഈക്വൽ ടു 0 ഇതെപ്പോഴൊക്കെയാണ് പോസിബിൾ ആവുന്നത്? നമുക്കറിയാം 3 പ്രൊഡക്റ്റുകളുണ്ട്, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കോസ് തീറ്റ. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് 0, ഒരു ടേം 0 ആയാൽ മതി, അതിൻ്റെ പ്രൊഡക്റ്റ് മൊത്തം 0 ആയി പോകും. സോ ഫസ്റ്റ് സിറ്റുവേഷൻ, വർക്ക് ഡൺ 0 ആവുന്ന ഒന്നാമത്തെ സിറ്റുവേഷൻ ഫോഴ്സ് 0 ആവുന്ന സിറ്റുവേഷനാണ്. ഫോഴ്സ് 0 ആവുന്ന സിറ്റുവേഷൻ, ഒരു വസ്തുവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ പരിഗണിക്കുക. ഉദാഹരണത്തിന് ഒരു വസ്തു ഒരു ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഒരു വസ്തു ഹൊറിസോണ്ടലായ സ്മൂത്ത് സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ കൺസിഡർ എ ബോഡി വിച്ച് ഇസ് മൂവിങ് ഓൺ ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഇൻ സച്ച് സിറ്റുവേഷൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂണിഫോം മോഷനിലാണ് അതുള്ളത്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ 0. ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഫോഴ്സ് 0, ബിക്കോസ് F is equal to ma. ആക്സിലറേഷൻ 0 ആണെങ്കിൽ ലെഫ്റ്റിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. സോ ഫോഴ്സ് 0 ആവുന്ന സിറ്റുവേഷൻ, ബട്ട് ഇറ്റ് ഈസ് മൂവിങ്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പം ഫോഴ്സ് 0 ആയിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷനാണത്. ഇൻ സച്ച് കേസ് ദർ ഈസ് നോ വർക്ക് ഡൺ ചെയ്യുന്നതായി പരിഗണിക്കാൻ സാധ്യമല്ല. ഫോഴ്സ് 0 ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന സിറ്റുവേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 0. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു വെയിറ്റ് ലിഫ്റ്റർ കൺസിഡർ ചെയ്യുക. വെയിറ്റ് ലിഫ്റ്റർ, അദ്ദേഹം ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു 100 കിലോഗ്രാം 150 കിലോഗ്രാം ഭാരമുള്ള ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക വിചാരിക്കുക. അദ്ദേഹം ബലം പ്രയോഗിക്കുന്നുണ്ട് ആ ബോഡിയുടെ മുകളിൽ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി. പക്ഷേ ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, അതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. തലയിൽ ഭാരമേറ്റി നിൽക്കുന്ന ഒരാളെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്ററിനെ സങ്കല്പിക്കുക. വെയിറ്റ് ലിഫ്റ്റർ അത് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കീപ്പ് ചെയ്യുകയാണ് ആ പൊസിഷനിൽ. സോ ഇൻ സച്ച് കേസ് അദ്ദേഹം ബലം പ്രയോഗിക്കുന്നുണ്ട് ടു ദ അപ്വേർഡ് ഡിറക്ഷൻ, പക്ഷേ എന്തില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. സോ വർക്ക് ഡൺ ബൈ ദാറ്റ് അപ്ലൈഡ് ഫോഴ്സസ് ടേക്കൻ ടു ബി 0. ഞാനൊരു ചുമര് തള്ളുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു ചുമര് അല്ലെങ്കിൽ ഈ ബോർഡ് ഞാൻ വളരെ ശക്തമായിട്ട് തള്ളുന്നുണ്ട്, പക്ഷേ ഈ തള്ളുന്നത് കൊണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്കിവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് എ യൂസ്ഫുൾ വർക്ക്. വി ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് ബട്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, therefore it is not a useful work. The third situation is that theta is equal to 90 degree. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ. ഇൻ സച്ച് കേസ് ഓൾ ഓഫ് യു നോ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 90 ഡിഗ്രി ആയിരിക്കും ആൻഡ് ദാറ്റ് 0. അതുകൊണ്ട് വർക്ക് ഡൺ മൊത്തത്തിൽ 0 ആയിപ്പോയി. സോ ഇതാണ് 3 സന്ദർഭങ്ങൾ, വർക്ക് ഡൺ 0 ആകുന്ന 3 സന്ദർഭങ്ങൾ. ഒന്നല്ലെങ്കിൽ ഫോഴ്സ് 0 ആവുക, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുക, അല്ലെങ്കിൽ ഈ പറയുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുക. സോ ദീസ് ആർ ദ 3 പോസിബിൾ കേസസ് വേർ ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് ടേക്കൻ ടു ബി 0. നൗ ഫോഴ്സ് വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് പോസിബിൾ ആണോ എന്നുള്ളത്. ദ ആൻസർ ഈസ് യെസ്. വർക്ക് ഡൺ ക്യാൻ ബി പോസിറ്റീവ്, വർക്ക് ഡൺ ക്യാൻ ബി നെഗറ്റീവ്, വർക്ക് ഡൺ ക്യാൻ ബി 0. വർക്ക് ഡൺ 0 ആവുന്ന സന്ദർഭം ഞാൻ പറഞ്ഞു, പോസിറ്റീവും നെഗറ്റീവും ആക്സെപ്റ്റബിൾ ആണ്. അതെങ്ങനെയാണ് വരുന്നത്? എഫ് ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് ആവില്ല, എസ്സും ആവില്ല. കാരണം എഫും എസ്സും ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ബോത്ത് ആർ ടേക്കൻ ടു ബി പോസിറ്റീവ് ബിക്കോസ് ദേ ആർ മാഗ്നിറ്റ്യൂഡ്സ്. പിന്നെ എവിടെ നിന്നാണ് നെഗറ്റീവ് വരുന്നത്? കോസ് തീറ്റയുടെ ഒപ്പമാണ് നെഗറ്റീവ് വരിക. ഓൾ ഓഫ് യു നോ ദാറ്റ് കോസ് തീറ്റ ഇസ് എ ട്രിഗണോമെട്രിക് റേഷ്യോ. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആംഗിൾ തീറ്റ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ആൻഡ് ലെസ് ദാൻ 0. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? ന്യൂനകോൺ അക്യൂട്ട് ആംഗിൾ വരുന്ന സമയത്ത്
എന്താ സംഭവിക്കുന്നത്? ഈ തീറ്റ 90 ഡിഗ്രിയുടെയും 0 ഡിഗ്രിയുടെ ഇടയിൽ വരുന്ന സമയത്ത് കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവാണ്. കോസ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ദെയർഫോർ വർക്ക് ഡൺ 0. സോറി, ആൻഡ് ദെയർഫോർ വർക്ക് ഡൺ ഓൾസോ പോസിറ്റീവ്. ഈ കേസിൽ വർക്ക് ഡൺ പോസിറ്റീവാണ്. 0 ആവാം, 90 ആവുന്നതിൻ്റെ ഇടയിൽ വരണം. 90 ആവരുത്. യു ക്യാൻ ഇൻക്ലൂഡ് 0 നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷെ 90 ഇൻക്ലൂഡഡ് ആവരുത്. സോ 0യുടെയും 90യുടെ ഇടയിലാണ് നിങ്ങളുടെ ആംഗിൾ എങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇഫ് തീറ്റ ഇസ് ലൈസ് ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി, ഇതിൻ്റെ ഇടയിലാണ് തീറ്റയുടെ വാല്യൂ നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം കോസ് തീറ്റയുടെ വാല്യൂ ഇൻ സച്ച് കേസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇൻ സച്ച് കേസ് വർക്ക് ഡൺ W എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം തീറ്റ ബൃഹത് കോണാണെങ്കിൽ, അതായത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ തീറ്റയുടെ വാല്യൂ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ കോസ് തീറ്റ നെഗറ്റീവ് ആവുന്നു, വർക്ക് നെഗറ്റീവ് ആവുന്നു. 90 ഡിഗ്രിയേക്കാളും താഴെയാണെങ്കിൽ ഇൻക്ലൂഡിങ് 0 കോസ് തീറ്റ പോസിറ്റീവാണ്. ഇൻ സച്ച് കേസ് വർക്ക് ഇസ് പോസിറ്റീവാണ്. മനസ്സിലാക്കുക, വർക്ക് പോസിറ്റീവ് ആവാം, വർക്ക് നെഗറ്റീവ് ആവാം, വർക്ക് എന്ന് പറയുന്നത് 0 ആവാം. എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, തീറ്റ 0 ആവുന്ന കേസ്, കൺസിഡർ എ ഫ്രീ ഫോൾ ബോഡി. ഒരു ബോഡി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ ആ വസ്തുവിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, റൈറ്റ്? എ ബോഡി ഈസ് അണ്ടർ ഫ്രീ ഫോൾ. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബോഡി ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്? അതും താഴേക്കാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. കോസ് 0 1 ആണ്. വർക്ക് എന്ന് പറയുന്നത് mg, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇൻ സച്ച് കേസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. നെഗറ്റീവ് ആവുന്ന കേസ്, കൺസിഡർ എ ബോഡി വിച്ച് ഇസ് മൂവിങ് അപ്പ്. നിങ്ങൾ മുകളിലേക്ക് എറിയുക വിചാരിക്കും, ഒബ്ജക്റ്റിനെ നിങ്ങൾ നേരെ മുകളിലേക്ക്, കുത്തനെ മുകളിലേക്ക് എറിയുകയാണ്. അങ്ങനെ എറിയുന്ന സമയത്ത് ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, അത് താഴേക്കായിരിക്കും അല്ലേ? ഒരു വസ്തു മുകളിലേക്ക് പോവുകയാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണേ, പക്ഷേ അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് താഴത്തേക്കായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കുമല്ലോ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് താഴേക്ക് ആക്ട് ചെയ്യുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു തിങ്സ്? ഇറ്റ് ഈസ് 180 ഡിഗ്രി. സോ ഇറ്റ് ഈസ് അണ്ടർ ദിസ് കണ്ടീഷൻ. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, 270യേക്കാൾ താഴെയാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. കോസ് 180 ഇസ് -1. കോസ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -1 ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കും. സോ വർക്ക് ഡൺ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം എന്ന് മനസ്സിലാക്കുക. വർക്ക് ഡൺ 0 ആകുന്ന 3 സന്ദർഭങ്ങളും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണല്ലോ. നോക്കൂ, നമുക്ക് ഇങ്ങനെ എഴുതാറല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. നമുക്കിങ്ങനെ എഴുതാം, എഫ് ഡോട്ട് എസ് ആണ് ആക്ച്വലി വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും അതിൻ്റെ കമ്പോണൻറ്റ് ഫോംസിൽ തന്നു എന്ന് വിചാരിക്കുക. കമ്പോണൻറ്റ് ഫോം, അതായത് എഫ് ഇസ് ഈക്വൽ ടു, വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ്. X component, Y component and Z component of the force. S displacement is equal to Sx I cap plus Sy J cap plus Sz K cap. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോഴ്സ് തന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു ഇൻ ദ കമ്പോണൻറ്റ് ഫോം. ഇതിനൊരു പേര് പറയുമല്ലോ, റെക്റ്റാങ്കുലർ കമ്പോണൻറ്റ് ഫോം അല്ലേ? ഇതാണ് എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്, ഇത് സെഡ് കമ്പോണൻറ്റ്. ഫോഴ്സിൻ്റെ ഇത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻറ്റ്. ഇഫ് യു നോ ദിസ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ W എങ്ങനെ കാണാം? ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് എഴുതുക? എഫ് എക്സ് ഐ ക്യാപ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ് dotted with Sx I cap Sy J cap plus Sz K cap. You can see this. Then the dot product എങ്ങനെ കാണുക? X components multiply ചെയ്യുന്നു, Y components multiply ചെയ്യുന്നു, Z components multiply ചെയ്യുന്നു and take add ചെയ്യുന്നു.
So this is equal to Fx Sx plus Fy Sy plus Fz Sz എന്ന് കാണാൻ പറ്റും. സോ ഇതാണ് വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഇഫ് ദേ ആർ ഗിവൺ ഇൻ ദ റെക്റ്റാങ്കുലർ കമ്പോണൻറ്റ് ഫോം. റെക്റ്റാങ്കുലർ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ വർക്ക് ഡൺ കാണേണ്ടത്. Fs പ്ലസ് Fy Sy പ്ലസ് Fz Sz അതിൻ്റെ കമ്പോണൻസുകളെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വർക്ക് ഡൺ കാണാൻ മനസ്സിലാക്കുക. സോ ഇതാണ് ഇതിനെപ്പറ്റി പറയുന്ന മറ്റൊരു കാര്യം. ബൈ ദ വേ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് വർക്ക്? വർക്കിൻ്റെ യൂണിറ്റ് എന്താണ് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് കോസ് തീറ്റയുടെ യൂണിറ്റ്. ഓൾ ഓഫ് യു നോ കോസ് തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല, ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. അപ്പം എസ്സും എഫും തമ്മിലുള്ള യൂണിറ്റുകളുടെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. The unit of force is Newton and unit of displacement is meter. So Newton meter is the unit of work. Newton meter is the unit of work. And 1 Newton meter, ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് is equivalent to 1 joule. ഒരു ജൂളിന് ഈക്വൽ ആണ്. So Newton meter or joule is the unit of work. ഒരു ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ഒരു ജൂൾ എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആണ്. ന്യൂട്ടൺ മീറ്ററിലും പറയാറുണ്ട്, ഓർ യു ക്യാൻ സേ ഇൻ ജൂൾ. നിങ്ങൾക്ക് ജൂളിലും ഈ ആൻസർ പറയാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. ഇനി ഒരു ജൂൾ വർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? യു ക്യാൻ സീ ദ സിറ്റുവേഷൻ. ദാറ്റ് ഈസ് F is equal to 1 Newton, S is equal to 1 meter and theta is equal to 90 degree. Consider this situation. F is equal to 1 Newton, S is equal to 1 meter, theta is equal to 90 degree. Therefore, work done is equal to F into S into cos theta, 1 into 1 into cos 90. All of you know this is equal to 1 joule, right? അല്ലേ? F 1 ആണ്, S 1 ആണ്, cos theta എന്ന് പറയുന്നത് 90 degree ആണ്, സോറി 0 degree ആണ്. 90 degree ആയി കഴിഞ്ഞാൽ 0 ആയി പോവും. 90 degree ആയി കഴിഞ്ഞാൽ 0 ആയി പോകും. സോറി, ഇറ്റ് 0 degree ആണ്. കോസ് 0 1 ആണ്. സോ 1 ജൂൾ എന്ന് കിട്ടും. സോ ഒരു ജൂൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്ടൺ ഫോഴ്സ്, ഒരു മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ ഡിറക്ഷനിൽ ഉണ്ടാക്കുന്നു എങ്കിൽ, കാരണം തീറ്റ 0 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം, കീപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ന്യൂട്ടൺ ഫോഴ്സ്, ഒരു മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ ഡിറക്ഷനിൽ ഉണ്ടാക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? അവിടെ ചെയ്ത വർക്ക് ഡൺ ആണ് ഒരു ജൂൾ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സോ 1 joule of work is said to be 1 joule if a force of 1 Newton is acted upon a body which produces a displacement of 1 meter in the direction of the force. Okay? A work done is said to be 1 joule. A force of 1 Newton is acted upon a body which produces 1 meter displacement in the direction of the force. Then we can say that 1 joule of work takes place. Okay? അപ്പോൾ ഇതാണ് വർക്കിനെ പറ്റിയിട്ടുള്ള മറ്റ് ഡിസ്ക്രിപ്ഷൻസുകൾ. ഓക്കെ, ഈ ഭാഗത്തുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സ്റ്റേറ്റ് കെയർഫുള്ളി ഇഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വർക്ക് ഡൺ ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ്, വർക്ക് ഡൺ ബൈ എ മാൻ in lifting a bucket out of a well by means of a rope tied to the bucket. കിണറ്റിൽ നിന്നും ഒരു ബക്കറ്റിൽ വെള്ളം കോരുന്ന ഒരു വ്യക്തി ചെയ്യുന്ന വർക്ക്. നിങ്ങൾ ആലോചിക്കുക, അദ്ദേഹം കയറ് മുകളിലേക്ക് വലിക്കുന്നു, ബക്കറ്റിൽ വെള്ളമുണ്ട്, ബക്കറ്റിന് വെയിറ്റ് ഉണ്ടായിരിക്കും, വെയിറ്റ് താഴേക്ക് വെയിറ്റ് ഉണ്ടാവും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ബലം പ്രയോഗിക്കുകയാണ്, മുകളിലേക്ക് വലിക്കുകയാണ് കയറുപയോഗിച്ച്. അദ്ദേഹം മുകളിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ ഡിറക്ഷനിൽ ബക്കറ്റ് ഉയരുന്നു. മുകളിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ബക്കറ്റ് മുകളിലേക്ക് വരുന്നു. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ഡിറക്ഷനിലാണ്. മുകളിലേക്ക് ഫോഴ്സ് പ്രയോഗിക്കുന്നു, അതേ ഡിറക്ഷനിൽ തന്നെ അദ്ദേഹത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? ഇറ്റ് ഈസ് പോസിറ്റീവ്, രണ്ടും ഒരേ ഡിറക്ഷനിലാണ്.
രണ്ടാമത്തെ കേസ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദ എബവ് കേസ്. മുകളിൽ തന്നിരിക്കുന്ന കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണെന്നാണ് ചോദിച്ചത്. നോക്കൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കായിരിക്കും. പക്ഷേ ഈ ബക്കറ്റ് എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? മുകളിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്. അപ്പം ഫോഴ്സ് താഴേക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക്, മുകളിലേക്ക് ബക്കറ്റ് ഉയരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക്. സോ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദെർഫോർ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഇവിടെ മനസ്സിലാക്കുക, ഒരേ സിറ്റുവേഷനിൽ തന്നെ രണ്ട് പേര് ചെയ്യുന്ന വർക്ക് ഡൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ വ്യക്തി ചെയ്യുന്ന വർക്ക് ഡൺ ടേക്കൺ ടു ബി പോസിറ്റീവ് ബിക്കോസ് അദ്ദേഹം മുകളിലേക്ക് ഈ ബക്കറ്റിനെ ഉയർത്തുന്നു. അതേ ഡിറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബക്കറ്റിന് ഉണ്ടാകുന്നു. സോ വർക്ക് ഡൺ പോസിറ്റീവ്. എന്നാൽ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് ഡൺ, താഴേക്കാണ് ഗ്രാവിറ്റി ആക്ട് ചെയ്തത്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് മുകളിലേക്കാണ്. അദ്ദേഹം ഉയർത്തിയത് കാരണം മുകളിലേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. ഇൻ സച്ച് കേസ് വർക്ക് ഡൺ ഈസ് ടേക്കൺ ടു ബി നെഗറ്റീവ്. അപ്പം ആര് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയണത് വളരെ ക്രൂഷ്യലാണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ഏത് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണ്. ആ സമയത്ത് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ആക്ച്വൽ ബോഡിയുടെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ആക്ച്വൽ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അതായത് ബോഡി മുന്നോട്ട് വരുന്ന സമയത്ത് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക പിറകിലോട്ടായിരിക്കും. ഒരു ബോഡി താഴോട്ടാണ് വരുന്നതെങ്കിൽ ഫ്രിക്ഷൻ മുകളിലോട്ടായിരിക്കും. ആക്ച്വലി ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ വരിക. വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ വരുന്നത്. അടുത്ത ചോദ്യം, വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. അതായത് ഒരു ഒബ്ജക്റ്റിന് മുകളിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്, അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ. ഒരു ഒബ്ജക്റ്റ് ഒരു റഫ് സ്പേസിലൂടെ പോകുന്നു വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയോടുകൂടെ ഒരു അപ്ലൈഡ് സർഫസിന് മുകളിൽ പോകുമ്പം എന്തായാലും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ഡൺ ചെയ്യേണ്ടി വരും. ആ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചത്. നിങ്ങളൊരു ബോഡിയുടെ മുകളിൽ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നു, അതേ ഡിറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. സോ ഇൻ സച്ച് കേസ് വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ പോസിറ്റീവാണ്. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ എ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം ഇൻ ബ്രിങ്ങിങ് ടു റെസ്റ്റ്. ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ പരിഗണിക്കുക. പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓസിലേറ്റ് ചെയ്യുന്ന പെൻഡുലത്തിന് എയർ റെസിസ്റ്റൻസ് ഉണ്ട്, എയർ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ച്വലി എങ്ങോട്ടാണോ പെൻഡുലം മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഈ റെസിസ്റ്റീവ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എയർ റെസിസ്റ്റീവ് ഫോഴ്സ് ആണെങ്കിലും അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിലും ഒക്കെ ആക്ട് ചെയ്യുന്നത് ആക്ച്വൽ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അപ്പോൾ അത് ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ആക്ച്വലി എങ്ങോട്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ഫോഴ്സിൻ്റെ ആക്ച്വൽ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ആക്ച്വൽ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ വരുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ആൻഡ് ഹിയർ യു ക്യാൻ സീ ടു പ്രോബ്ലംസ്. രണ്ട് പ്രോബ്ലംസ് ഇവിടെ കാണാം. എ ഗാർഡനർ പുഷസ് എ ലോൺ റോളർ ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 20 മീറ്റർ. ഒരു ഗാർഡനർ ലോൺ റോളർ പുഷ് ചെയ്യാണ്. അദ്ദേഹം ഏകദേശം 20 മീറ്റർ അത് പുഷ് ചെയ്തു. If he applies a force of 20 kilogram weight, 20 kilogram weight നിങ്ങൾ അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട്, in a direction inclined at 60 degree to the ground. ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് 60 ഡിഗ്രി ആംഗിളിലാണ് അദ്ദേഹം അത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഹിം എത്രയാണെന്നാണ് ചോദിച്ചത്. ഹിയർ യു ക്യാൻ ഗീവ്, ഇറ്റ് ഈസ് ഗിവൺ ദ ഡിസ്പ്ലേസ്മെൻറ്റ് സേ 20 മീറ്റർ, ദ ഫോഴ്സ് സേ 20 കിലോഗ്രാം വെയ്റ്റ് and the angle between the displacement and the force. ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രൗണ്ടിൻ്റെ ഡിറക്ഷനിലാണല്ലോ, അപ്പോൾ അതിന് ആംഗിളും തന്നിട്ടുണ്ട്, 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. സോ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എഴുതാം. ഗിവൺ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഫോഴ്സാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 കിലോഗ്രാം വെയ്റ്റ്.
displacement, it is 20 meter, and angle theta is equal to 60 degree. All of you know, എളുപ്പത്തിൽ work done കണ്ടുപിടിക്കാലോ. Work done W is equal to F into S into cos theta, that is F എന്ന് പറയുന്നത് 20, S എന്ന് പറയുന്നതും 20 into cos 60 degree. What is the value of cos 60? Cos 60 is 1 by 2. Cos 60 യുടെ വാല്യൂ 1 by 2 ആണ്. So 1 by 2 20 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10 എന്നാണ് കിട്ടുക. 20 into 10, that is 200. So 200 kilogram weight into meter. Kilogram weight എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ തന്നെയാണ്. Kilogram weight into meter അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാൻ പറ്റും. This is the work done. മനസ്സിലായോ? Cos 60 1 by 2. 1 by 2 into 20, 10. 10 multiplied by 20 is 200. So this is the work done in this case. So force is given, displacement is given, angle between the force and displacement is also given. So you can easily calculate or estimate the work done by substituting force, displacement and angle in this equation. W is equal to Fs cos theta. Okay, so this is a simple question. And look at the another question. A force F is equal to I plus J 5J cap plus 7K cap Newton acts on a particle and displaces it through S is equal to 6I plus minus 4J plus 9K meter. Calculate the work done. So here force and displacements are given in the rectangular component form, right? Rectangular component form il namakku force and displacement തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? Work done by this force. It is easy because you just take the dot product of force and displacement and you know how to do this. So F is given, എടുത്ത് എഴുതാം. F is equal to, എപ്പോഴും ശ്രദ്ധിക്കണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിലും given എന്ന് പറഞ്ഞത് എഴുതണം. So I plus 5J plus 7K അത് എഴുതിയിരിക്കണേ, because identify the parameter, അതിന് മാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോഴ്സ് നിങ്ങൾ എടുത്ത് എഴുതുന്നു because you identified the force and you identified the S. S എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? It is 6I cap minus 4J cap plus 9K cap. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടുണ്ട്. Then work done by the force. Work done by the force. Work done by the force W is equal to F dot S. ഇവിടെ നമ്മൾ Fs cos theta എടുക്കണ്ട, പക്ഷേ ആംഗിൾ ഒന്നും അറിയില്ല നമുക്ക്. ഡസൻറ്റ് മാറ്റർ. റെക്ടാങ്കുലർ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫും എസും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ W is equal to forces I plus 5J plus 7K dot with S, that is 6I minus 4J plus 9. Okay, you can write in this way. Now you just multiply the components. 1 into 6. 1 into 6. അറിയില്ലേ? X component ഇവിടെ 1 ആണ്, magnitude and value. ഇത് 6 ആണ്. So 1 into 6 plus 5 into minus 4. 5 into minus 4 plus 7 into 9. 7 into 9. അപ്പോൾ എന്താ കിട്ടുക? 1 into 6 എന്ന് പറയുന്നത് 6 ആണ്. 5 into 4 4 20 ആണ്, minus 20 plus 7 into 9 63 ആണ്. 7 into 9 63 ആണ്. സോ 63 plus 6 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 69. 69ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യാം. So 69 minus 20 is 49, right? So this is equal to this much Newton meter. അല്ലേ? നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടു ഇത് പോസിറ്റീവ് അല്ലേ കിട്ടിയത്. 63 plus 6 എന്ന് പറയുന്നത് 69 minus 20 49 Newton meter. Look at this, it is positive. F ഉം S ഉം തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് എന്നാണ് കിട്ടിയത്. ഇംപ്ലൈഡ് ദാറ്റ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നെഗറ്റീവ് വരാം. നെഗറ്റീവ് 49 ന്യൂട്ടൺ മീറ്റർ എന്ന് കണ്ടാൽ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എന്താ ഉദ്ദേശിക്കുന്നത്? എഫും എസും തമ്മിൽ മേഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഐഡിയ. ഓക്കെ, സോ ഹിയർ ഇസ് ദ ടു പ്രോബ്ലംസ് റിഗാർഡിംഗ് how to calculate
the work done by a force. Okay. Now let us consider work done by a constant force and a variable force. ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണും വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ബോഡിയെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡിറക്ഷനും ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ഡൺ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലോ ഡിറക്ഷനിലോ ചേഞ്ച് വരുന്നു എന്ന് വിചാരിക്കുക. ഓരോ ലൊക്കേഷനിലും ഓരോ മാഗ്നിറ്റ്യൂഡ് എന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനിൽ ഓരോ ഡിറക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇൻ സച്ച് കേസ് യു ക്യാൻ സീ ദാറ്റ് ദ ഫോഴ്സ് ഇസ് വേരിയബിൾ. ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതൊരു ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്, അവരുടെ പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരച്ചു നോക്കുക. സോ ഓൺ ദ എക്സ് ആക്സിസ് ഐ ജസ്റ്റ് ടേക്ക് ദ പൊസിഷൻ, on the y-axis I take the force. So position versus displacement എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക, വിച്ച് ഇസ് പാരലൽ ടു ദ പൊസിഷൻ ആക്സിസ്. പൊസിഷൻ ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഇതാണ് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് റെപ്രസെൻറ്റിംഗ് ദ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോക്കൂ, അറ്റ് എനി ലൊക്കേഷൻ, ഈ ലൊക്കേഷനിലുള്ള ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കിതിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. ദിസ് ഇസ് ദാറ്റ് ഫോഴ്സ്. അപ്പം ഈ പോയിന്റിൽ എഫ് ആണ് വാല്യൂ, അടുത്ത ലൊക്കേഷനിലും എഫ് തന്നെയാണ് വാല്യൂ, അടുത്ത ലൊക്കേഷനിലും എഫ് തന്നെയാണ് വാല്യൂ. സോ ഏത് ലൊക്കേഷൻ നിങ്ങൾ എടുക്കുമ്പോഴും ത്രൂ ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഫോഴ്സ് റിമെയിൻസ് ദ സെയിം. ഫോഴ്സ് മാറുന്നില്ല. ഇതാണ് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒബ്ജക്റ്റിനെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഞാൻ എക്സ് ഐ എന്ന് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ നമ്മളതിനെ എക്സ് എഫ് എന്ന് കൊടുക്കുകയാണ്. സോ എക്സ് ഐ മുതൽ എക്സ് എഫ് വരെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ഒബ്ജക്റ്റ് ഇനീഷ്യലി ഉള്ളത് എക്സ് ഐ പൊസിഷനിലാണ്. അറ്റ് ദാറ്റ് ടൈം ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. എന്നിട്ട് അതിനെ നീക്കി എക്സ് എഫ് എന്ന് പറയുന്ന ഫൈനൽ പൊസിഷനിൽ എത്തിച്ചു. ആ സമയത്തും ഫോഴ്സ് എഫ് തന്നെയാണ്. സോ ഫോഴ്സ് ഇസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ഇൻ സച്ച് കേസ് വർക്ക് ഡൺ എങ്ങനെ കാണാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഞാനിവിടെ ഒരു കാര്യം കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നോക്കൂ, വാട്ട് ഈസ് ദിസ് ഏരിയ റെപ്രസെൻറ്റ്സ്? ഈ കാണിച്ചിരിക്കുന്ന ഏരിയ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഏരിയ. സോ ഏരിയ അണ്ടർ ദ കർവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. സോ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫോഴ്സ് ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ, സോറി, ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്ത് ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് അറിയാം, എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് എടുത്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ലെങ്ത് മൾട്ടിപ്ലൈഡ് വിത്ത് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ലെങ്ത് ഞാൻ ചൂസ് ചെയ്യുന്നത്, നോക്കൂ, എക്സ് എഫ് ഫൈനൽ പൊസിഷൻ, എക്സ് ഐ ഇനീഷ്യൽ പൊസിഷൻ. സോ എക്സ് എഫ് മൈനസ് എക്സ് ഐ എടുത്താൽ മതി, അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് എഫ് മൈനസ് എക്സ് ഐ. സോ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സെപ്പറേഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് ബ്രെഡ്ത്ത്, ഇത്രയും ഭാഗം. അത് മറ്റൊന്നുമല്ല, ഫോഴ്സാണ്. ഗ്രാഫ് ഒന്ന് ക്ലിയർ ആണ്, ഇത് ഫോഴ്സാണ്. ബിക്കോസ് ദിസ് ഇസ് 0, therefore this difference is F. So this is multiplied with F എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ആൻഡ് യു ക്യാൻ സി എക്സ് എഫ് മൈനസ് എക്സ് എഫ്, അതിനെ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് എടുക്കാം. ഡെൽറ്റ എക്സ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഇസ് എഫ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് എക്സ് ഇൻറ്റു ഡെൽറ്റ എഫ് എന്നാണ് ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത്. സോ ഫോഴ്സും പൊസിഷനും തമ്മിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിന് താഴെയുള്ള ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഫോഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദിസ് ഈസ് നത്തിങ് ബട്ട് വർക്ക്. ഇതെന്താണ്? ദിസ് ഈസ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. This
is work done by the force. So this is a result. ഇതൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഏരിയ അണ്ടർ ദ കർവ്. ഈ കർവിന് താഴെയുള്ള ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്നുള്ളതാണ്. ദിസ് ഇസ് ജനറലി ട്രൂ. ഇതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സസിന് മാത്രമല്ല, ഏത് ഫോഴ്സ് ആണെങ്കിലും, വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലും, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ നിങ്ങൾ എങ്ങനെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും വർക്ക് ഡൺ ആണ് എന്ന് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ താഴെ നൽകുന്ന ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഫിസിക്കലി ഈ ഗ്രാഫ്, അതിൻ്റെ സ്ലോപ്പ്, അതിൻ്റെ ഏരിയ, ഇതിനൊക്കെ ഒരുപാട് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നിങ്ങൾ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്സിലറേഷനാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ഫോഴ്സും പൊസിഷനും, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും ആവാം കേട്ടോ. പൊസിഷന് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫും ആവാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് പൊസിഷൻ തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ആക്ച്വലി അതിൻ്റെ ഏരിയ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് ഡൺ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഫോർ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഇൻ കേസ് ഓഫ് എ വേരിയബിൾ ഫോഴ്സ് ദ ഗ്രാഫ് ലുക്സ് ലൈക്ക്, ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇവിടെ പൊസിഷൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ കാണിക്കുന്നു. ദിസ് ഇസ് പൊസിഷൻ ആൻഡ് ദിസ് ഇസ് ഫോഴ്സ്. ഓരോ പൊസിഷനിലും ഓരോ ഫോഴ്സ്. ഇതാണല്ലോ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദ ഗ്രാഫ് ഓഫ് ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ് ലുക്സ് ലൈക്ക് ഇങ്ങനെയായിരിക്കാം. ഓരോ സ്ഥലത്തും ഓരോ പൊസിഷനിലും ഓരോ ഫോഴ്സ്. ഇത്തരം ഗ്രാഫുകളെയാണ്, ഇത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. വേരിയബിൾ ഫോഴ്സ് എന്നാണ് ഇതിനെ പറയുക. മറ്റേത് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ വേരിയബിൾ ഫോഴ്സ് നോക്കൂ. ദിസ് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ സേ xi ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ പൊസിഷൻ സേ xf. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോ പൊസിഷനും നോക്കൂ. ഇവിടെ ഒരു ഫോഴ്സാണ്, അടുത്ത സ്ഥലത്ത് മറ്റൊരു ഫോഴ്സാണ്, വേറെ സ്ഥലത്ത് വേറൊരു ഫോഴ്സാണ്. സോ ഈച്ച് ആൻഡ് എവറി ലൊക്കേഷൻ ദ ഫോഴ്സസ് ആർ വേരീസ്. ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ സച്ച് കേസ് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഇവിടുത്തെ വർക്ക് ഡൺ എങ്ങനെ കാണും എന്നുള്ളതാണ് ചോദ്യം. ഇത് സത്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ലൊക്കേഷനിലുമുള്ള ഫോഴ്സ് കാണണം, അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യണം, എന്നിട്ട് പ്രൊഡക്റ്റ് എടുക്കണം, എന്നിട്ട് ഇങ്ങനെ സം ചെയ്ത് പോകണം. ഇതാണ് ശരിക്കുള്ള മെത്തേഡ്. ഓരോ ലൊക്കേഷനിലുമുള്ള ഫോഴ്സും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റും സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ഇൻസ്റ്റൻറ്റിലും ഉള്ളത് കണ്ടുപിടിച്ച് സം ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത്. ദിസ് ഈസ് ദ വേ. ഓക്കെ, പക്ഷേ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈസിയസ്റ്റ് വേ, ഇതിന് താഴെയുള്ള ഏരിയ എങ്ങനെയെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. ദ ഏരിയ അണ്ടർ ദിസ്, ഇതിന് താഴെയുള്ള ഏരിയ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ദ മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷൻ എന്നാണ് ആ മെത്തേഡിനെ വിളിക്കുക. നിങ്ങൾ കാൽക്കുലസിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് ഡിഫറൻസിയേഷനും ഒന്ന് ഇൻറ്റഗ്രേഷനും. ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഫറൻസിയേഷനിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, ചെറിയ ഫംഗ്ഷൻസുകൾ തന്നാൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓർ അറ്റ്ലീസ്റ്റ് എക്സ് റൈസ് ടു എന്നിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എക്സ് റൈസ് ടു എന്നിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് റൈസ് ടു n+1/n+1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റഗ്രേഷൻ. സോ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി അത് തരുന്നത് ഇങ്ങനെ ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും. ഇതുപോലെയുള്ള ആളുകളുടെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഒരു സർക്കിളിൻ്റെ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു പാരലലോഗ്രാമിൻ്റെ ഒക്കെ ഏരിയ കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു കേർവ് തന്നിട്ട് അതിന് താഴെയുള്ള ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബിക്കോസ് നമുക്കറിയുന്ന ഒരു റെഗുലർ ഷേപ്പ് അല്ല അത്, ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒബ്ജക്റ്റാണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ക്വൈറ്റ് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ദ മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷനാണ് അവിടെ ഉപയോഗിക്കുക. അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഏരിയ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഇങ്ങനെയാണ് കാണിക്കുക. ഒരു
ഒരു വള്ളി പോലെ അങ്ങനെ ഇടും. ഇൻറ്റഗ്രൽ ഫ്രം വേർ ടു വേർ xi മുതൽ xf വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ xi എന്ന് പറയുന്ന ഇനീഷ്യൽ പൊസിഷൻ മുതൽ xf എന്ന് പറയുന്ന ഫൈനൽ പൊസിഷൻ വരെയാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും റെപ്രസെൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രൽസിന് വിളിക്കുന്ന പേര് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ്. അങ്ങനെ പൊസിഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാതെ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ ലൊക്കേഷൻസ് പറയാതെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിനെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ് പറയുക. നിങ്ങൾ സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിൽ പഠിക്കാനുണ്ട് ഇൻ ഡീറ്റെയിൽ. ഞാൻ തൽക്കാലം അതിലേക്ക് അധികം കടക്കുന്നില്ല. എന്തായാലും ഇവിടെ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇനീഷ്യൽ എവിടെ മുതൽ എവിടെ വരെ, ഫൈനൽ എവിടെ വരെ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സച്ച് ഇൻ്റഗ്രൽസ് ആർ കോൾഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. സോ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ xi to xf നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ദിസ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഫംഗ്ഷനാണ്, ഫോഴ്സാണ്. ഡി എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ചെറിയ ഏതെങ്കിലും ഒരു ഇൻക്രിമെൻ്റ് എടുക്കുകയാണ്. ചെറിയ ഏതെങ്കിലും ഒരു ഇൻക്രിമെൻറ്റ്, അതാണ് ഡി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. xi മുതൽ xf വരെയുള്ള ലൊക്കേഷനിലുള്ള ചെറിയ ഒരു ഇൻക്രിമെൻറ്റ്, അതാണ് ഡി എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഏരിയ കണ്ടുപിടിക്കാൻ, ഈ കേർവിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം ഇൻറ്റഗ്രൽ xi to xf f dx ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഇസ് ദ മെത്തേഡ്. xi മുതൽ xf വരെ f ഇൻറ്റു ഡി എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് പറയുക. അത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഏരിയ കിട്ടും. ആൻഡ് ദാറ്റ് ഏരിയ റെപ്രസെൻറ്റ്സ് വാട്ട്? ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ ആണ്. സോ ദിസ് ഇസ് റെപ്രസെൻറ്റിങ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. അപ്പോൾ ഇൻ ദിസ് കേസ് ഇങ്ങനെയുള്ള വേരിയബിൾ ഫോഴ്സസ് വന്നാൽ വർക്ക് ഡൺ കാണാൻ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇൻറ്റഗ്രൽ xi to xf f dx. ഇതാണ് വേരിയബിൾ ഫോഴ്സ് വന്നാൽ ചെയ്യേണ്ടുന്ന മെത്തേഡ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുക. വേരിയബിൾ ഫോഴ്സസ് വന്നാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് ഫോഴ്സസ് വന്നാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യം എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ ഉപയോഗിക്കുക. ആക്ച്വലി എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്ന ആ ഇക്വേഷൻ ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സിന് അപ്ലൈ ചെയ്യുന്നതാണ്. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോഴ്സിന് അപ്ലൈ ചെയ്യുന്നതാണ് ആ ഇക്വേഷൻ. ബട്ട് വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ദിസ് ഈസ് ദ മെത്തേഡ്. ഇൻറ്റഗ്രേഷൻ ഉപയോഗിക്കണം. ജസ്റ്റ് ആ ഒരു റിസൾട്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി. മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇസ് ആപ്ലിക്കബിൾ ഫോർ വേരിയബിൾ ഫോഴ്സസ്. ഓക്കെ.